ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല ഇനി നീ അനുഭവിക്കാൻ പോകുന്നത്. നിന്നെയും നിന്റെ തള്ളയും ഞാൻ എന്റെ കാൽക്കീഴിൽ വെച്ച് ചവിട്ടി മെതിക്കും. ആ മനസ്സിലായി. ഇത്തവണത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്ക്. അടുത്ത ട്രിപ്പിന് ഞാൻ കൂടാം. ഏയ് അതൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ മലേഷ്യൻ ട്രിപ്പിന് ഞാൻ വരില്ലായിരുന്നല്ലോ. ഇപ്പോൾ എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നൊരു സമയമല്ല, അതുകൊണ്ടാ. കണക്റ്റഡ് ഫ്ലൈറ്റ് അല്ലേ? ജോസേ, ഞാൻ കുറച്ച് തിരക്കില്ല. വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. തമ്പുരാട്ടി ഇരിക്കേ. വേണ്ട, ചിന്നുവിനെ പഠിപ്പിക്കണം. ആ ചുമതല ഞാൻ ഏൽപ്പിക്കുകയാണ്. ചിന്നുവിനെ പഠിപ്പിക്കാം. ആ തീരുമാനത്തിൽ ഒരു മാറ്റവും വരില്ല. ചേച്ചിയുടെ മരണം അന്വേഷിക്കണം. യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ ശേഷിയുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലേ അതിന് ഫലം കാണൂ. തമ്പുരാനും തമ്പുരാട്ടിക്കും ശത്രുക്കൾ ആരാണെന്നാ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവാത്തത്. ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെക്കാൾ സത്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാ ഇന്ന് ശത്രുക്കൾ കൂടുതൽ. ഒളിഞ്ഞിരുന്നുള്ള ആക്രമണമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. മുന്നിൽ സ്നേഹം നടിച്ചു നിൽക്കുമ്പോഴും പിന്നിൽ ആയുധത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. തമ്പുരാട്ടി ഉദ്ദേശിച്ചത്? ഏയ്, അതൊരിക്കലും കൊട്ടാരത്തിലെ കാര്യസ്ഥനായ ശിവദാസനല്ല. ജയരാമനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവിടെ നിൽക്കുന്ന ചിന്നു ശിവദാസന്റെ മകളാണ്. ഒപ്പമുള്ളത് ശിവദാസന്റെ ഭാര്യ സീതയും. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ശിവദാസിനെ കണ്ടിരുന്നു. അത് ശിവദാസൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ തന്നെയാണ് ആ കാര്യം ആരും അറിയണ്ടെന്ന് ശിവദാസിനോട് പറഞ്ഞത്. ശിവദാസിന്റെ ആശുപത്രി ചെലവുകളും ഞാൻ തന്നെയാണ് അടച്ചത്. എക്സ്ക്യൂസ് മീ, ഈ ശിവദാസിന്റെ ബില്ല് എത്രയാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരു മിനിറ്റ് സർ, ആ പേഷ്യന്റ് പ്രിസണർ അല്ലേ? അതിന്റെ പേയ്മെന്റ്? പുള്ളിക്കാരൻ കുറ്റം ചെയ്ത് ജയിലിൽ പോയ തടവുകാരനൊന്നും അല്ല. സാഹചര്യ തെളിവുകൾ വെച്ച് അറസ്റ്റ് ചെയ്തതാ. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ ഒരു കുറവും വരുത്തരുത്. ക്യാഷ് മുഴുവൻ ഞാൻ അടച്ചോളാം. സർ, അത് എനിക്ക് ക്യാഷ് ഒന്നുമല്ല പ്രധാനം, നല്ല ചികിത്സ കിട്ടണം. ഇതുവരെയായി ബില്ലെടുക്കുക. 70,000. എങ്ങനെയും ശിവദാസിനെ പുറത്തിറക്കണം. ജയിലിലുണ്ടായ ആക്രമണം ജാമ്യം കിട്ടാൻ തടസ്സമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും വക്കീല് പറയട്ടെ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നീ വല്ലതും അറിയുന്നുണ്ടോ? എന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ഇവിടുത്തെ ജയരാമൻ സാറാ. ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചുകൂടി ബോധ്യപ്പെട്ടു. ഇന്ന് ഞാൻ കോളേജിൽ പോയിരുന്നു. അഡ്മിഷൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത്ര. നിന്നെ പോലെ ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ കൊഴിയാനായിരിക്കും എന്റെയും വിധി. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം.
ഒരു കൈത്താങ്ങായിട്ടാണെങ്കിലും എണീക്കടി. വാ. എന്തിനാ? വരാനല്ലേ പറഞ്ഞ? ആരാടി ഈ വൈദേഹി തമ്പുരാട്ടി? നീ അറിയാതെ ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ഇങ്ങനൊരു അവതാരം പ്രത്യക്ഷപ്പെടില്ല. രാജകുടുംബത്തിൽ പിറന്നു എന്ന് പറയുന്ന ഐശ്വര്യലക്ഷ്മിക്ക് കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടി അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടാ. ഈ രമാനിലയത്തിലെ മണിയറ വരെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാ ഈ ഐശ്വര്യലക്ഷ്മി. അങ്ങനെയുള്ള എന്നെ ഭരിക്കാൻ ഞാൻ ഒരു തമ്പുരാട്ടിയെയും അനുവദിക്കില്ല. എനിക്ക് നേരെ ഇനി അവര് വന്ന ചുടുകാട്ടിലേക്ക് എടുപ്പിക്കും ഞാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണ്ടെങ്കില് നീ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന ആ വൈദേഹിയോട് ഇനി എന്റെ കൺമുന്നിൽ വന്നേക്കരുതെന്ന് പറയണം. ആ വന്ന വൈദേഹി തമ്പുരാട്ടിയുടെ ശരീരത്തിൽ ഓടുന്നതേ ഇതുപോലെ കൃത്രിമ രാജരക്തമല്ല, നല്ല ഒറിജിനൽ രാജരക്തമാ. നോക്കിയും കണ്ടും അനുസരിച്ച് നിന്നില്ലെങ്കിലേ ചിലപ്പോ ഈ നിൽക്കുന്ന ഐശ്വര്യലക്ഷ്മിയെ ചുടുകാട്ടിലോട്ട് എടുക്കുമ്പോ ശരീരത്തിൽ തല കണ്ടൂന്ന് വരില്ല. ഡി, നാവിട്ടടിച്ച നിന്റെ നാവ് ഞാൻ അറുത്തു മാറ്റും. അറിയാം, നീ എന്തും ചെയ്യും. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ജന്മം തന്ന തന്തയും തള്ളയും വരെ തള്ളി പറഞ്ഞവൾക്ക് എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടാവും. ദേ, ഒരു കാര്യം ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്ന കാലം വരെ ഈ രമാനിലയത്തില് കല്യാണി ഉണ്ടാവും. അത് നിന്റെ വെറും മോഹം മാത്രമാ. ഈ രമാനിലയത്തിലെ അവസാന വാക്ക് അധികം വൈകാതെ തന്നെ ഈ ഐശ്വര്യലക്ഷ്മിയുടേതാവും. ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല ഇനി നീ അനുഭവിക്കാൻ പോകുന്നത്. നിന്നെയും നിന്റെ തള്ളയും ഞാൻ എന്റെ കാൽക്കീഴിൽ വെച്ച് ചവിട്ടി മെതിക്കും. ഇത് ഞാൻ തന്നില്ലെങ്കിലേ ഞാനൊരു മകളല്ലാതായി പോവും. നിന്നെ ഞാൻ മിണ്ടി പോരുത്. ഞാനൊന്ന് വിളിച്ചു കൂവിയാ തമ്പുരാട്ടി ഉണ്ട് ഇവിടെ. രമാദേവി വരെ ഓച്ചാനിച്ച് കൈ കൂപ്പി നിൽക്കുന്ന വൈദേഹി തമ്പുരാട്ടി. നീ ആരാണെന്ന് തമ്പുരാട്ടി അറിയും, പിന്നെ രമാദേവിയും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എന്റെ ശരിക്കുള്ള മുഖം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. പെറ്റമ്മയെ വേലക്കാരിയാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിന്റെ കണ്ണുനീര് കൊണ്ട് ആ അമ്മയുടെ കാല് കഴുകിക്കും ഞാൻ. വഴി മാറടി ഐശ്വര്യലക്ഷ്മി, മാറങ്ങോട്ട്.